അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഗൈസ് കില്ലാടി നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് പോകുവാണ്. വീട്ടിലേക്ക് മാത്രമല്ല നമ്മുടെ വീഡിയോയിലേക്കും വരാനായിട്ട് പോകുവാണ്. അപ്പം കുറേ ആൾക്കാർക്കൊന്നും കില്ലാടി ആരാന്ന് അറിയത്തില്ലായിരിക്കും ഗൈസ്. കില്ലാടി എൻ്റെ ഒരു ഫ്രണ്ടാണ്. ക്രിസ്റ്റിനെ പോലത്തെ തന്നെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അവൻ കുറച്ച് വെഗിളിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി എന്തെല്ലാം അലമ്പ് കാണിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സാധാരണ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വള്ളി പിടിച്ചിട്ട് അവൻ തിരിച്ച് പോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു BMW വരുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവൻ തന്നെയാണ് കേട്ടോ. ഇവന് കേസ് 24 മണിക്കൂർ ഈ ഒരു വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്യാനേ സമയമുള്ളൂ. ഒരു നേരം കേസ് ഈ ഒരു വണ്ടിക്ക് ഒറ്റ കളർ നിൽക്കത്തില്ല. എന്താ അകത്തോട്ട് വണ്ടി കയറ്റാത്തത്? ഓക്കെ കേസ് രണ്ട് അവൻ അകത്തോട്ട് വണ്ടി കയറ്റുന്നുണ്ട്. എൻ്റെ പൊന്നോ കേസ്, ഇവൻ എൻ്റെ വീട് തലകുത്തി വെക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ. നമ്മുടെ i7 ചെറുക്കനാണ് കേട്ടോ ഇന്ന് വീട്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വണ്ടി റിവേഴ്സ് എടുത്തിടാനാണെന്ന് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് എന്തായാലും റിവേഴ്സ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായി ഇവനെ കണ്ടിട്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ ഇതേ 2 വണ്ടിയും കൂടെ അവിടെ കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ. 2 വണ്ടിയെ നമ്മുടെ ഈ ഒരു പോർച്ചിൽ ഇടാനായിട്ട് പറ്റും. എന്തൊക്കെയുണ്ട്, സുഖമാണോ? എന്റെ മോനെ ഐസവൻ കിടക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ. എടാ അതിനൊക്കെ സമയമുണ്ട്. നീ ഇപ്പം ഇറങ്ങ്, നമുക്ക് പിന്നെ ഓടിക്കാൻ പോവാ. നീ ആദ്യം വീട് കാണാനല്ലേ വന്നേ? ആദ്യം വീട്. ഞാൻ വീട് കാണാനായിരുന്നല്ലേ വന്നേ. ഈ വണ്ടി കണ്ടപ്പോ എന്റെ കയ്യിൽ നെല്ല അങ്ങ് പോയി. എവിടെ വീട് ആകാശത്തോട്ടോ കാണാൻ കാണും. അതെന്താ ആകാശത്താണോ വീട് ഇരിക്കുന്നത്? അപ്പൊ ഈ സൈഡിൽ കാണുന്ന എന്തോ? ഓഹോ, അപ്പൊ നിനക്ക് കണ്ണ് കാണാം. പിന്നെന്താ? എന്തെങ്കിലുമൊക്കെ ഒരു സത്യം പറയടാ, നീ ഏത് ബ്രാൻഡ് അടിച്ചിട്ട് എങ്ങോട്ട് വന്നത്? ഞാൻ ഒരു ബ്രാൻഡ് അടിച്ചിട്ടില്ല മച്ചാനെ, എനിക്കൊന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നും ഇരിപ്പില്ല. ഞാനൊരു നോൺ ആൽക്കഹോളിക് പേഴ്സൺ ആണെന്ന് നിനക്ക് അറിയത്തില്ല. ഓ ഷീറ്റ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. എന്നാ പിന്നെ ക്രിസ്റ്റിന്റെ വീട്ടിൽ കാണും. ക്രിസ്റ്റിന്റെ വീട്ടിൽ ഇല്ലാണ്ട് ഇരിക്കത്തില്ല. ഓ, ക്രിസ്റ്റിന്റെ വീട്ടിൽ കാണും, പക്ഷെ അവനെ വിടില്ല. ഓ ഷീറ്റ്, എന്താ വാ നമുക്ക് വീട് കാണാം. എന്റെ പൊന്നോ ഗൈസ്, കാവടി തുള്ളിയാണ് അങ്ങോട്ട് പോകുന്നത്. എന്താക്കോ എനിക്കറിയാൻ പാടില്ല. മച്ചാനെ അടിപൊളി വീട്, ഒന്നും പറയാനില്ല. അതിന് നീ വീട് കയറി കണ്ടില്ലല്ലോ. വീട് കയറി കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാ ഞാൻ ഇപ്പൊ അഭിപ്രായം പറഞ്ഞ വീടിന്റെ പുറത്തുനിന്നുള്ള ലുക്ക് കണ്ടിട്ടാ. എങ്ങനെയുണ്ട് എന്റെ ഡാൻസ്? ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡാൻസ് ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്. കൊള്ളാം. എന്റെ പൊന്നോ ഗൈസ്, ഇവന്റെ വെകിളിത്തരം കുറച്ചുകൂടെ കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നേരത്തെ ഇത്ര ഇല്ലായിരുന്നു. ഇത് കൊള്ളാലോ. ഇതെന്താ ഹാളാണോ? അടിപൊളി. പിന്നെന്താ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇതെന്താ ബാത്റൂം? ഒരൊറ്റ അടി വെച്ചാന്നുണ്ടല്ലോ. ഇതാണോ നിന്റെ ബാത്റൂം? പിന്നെ ഇതെന്താണ് മച്ചാനെ? ഓ ലിഫ്റ്റ്. എന്റെ മോനെ ലിഫ്റ്റ് ഒക്കെയോ? ചേർക്കപ്പം വേറെ ലെവലാണല്ലോ. എന്താ ചെയ്യാനാ ബ്രോ, വീടാകുമ്പോ ലിഫ്റ്റ് ഒക്കെ വേണ്ടേ? പിന്നെ വേണം, അത് അത്യാവശ്യം. ഇതെന്താ ഈ റൂം? എന്താ ഇവിടെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ. എടാ, ആ റൂമിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അവിടെ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്യാനായിട്ടാണ്. ഓ അങ്ങനെ. ഇതെന്താ മഞ്ഞൊക്കെ പറക്കുന്നത്? അത് ഞാൻ ചെറിയൊരു സാധനം ഇട്ടേക്കുന്നത്. അങ്ങനെ വെറൈറ്റി അല്ലേ? പിന്നെ അല്ല, നീ പണ്ടേ വെറൈറ്റി അല്ലേ മച്ചാനെ? അയ്യോ, ഇതെന്താ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എടാ നീ എന്നെ ലോക്കാക്കിയോടാ. ഇറങ്ങി എന്റെ മോനെ. അപ്പൊ ഞാൻ എന്തായാലും ലിഫ്റ്റിൽ അങ്ങോട്ട് വരാം കേട്ടോ, മേളിലോട്ട്. നീ ലിഫ്റ്റിലോ നടന്നോ എങ്ങനെ വേണമെങ്കിലും വന്നോ. നീ ജസ്റ്റ് അതിന്റെ അകത്തോട്ട് കേറിയാ മതി, നിന്നെ മേളിലെത്തിക്കോ. മേളിലെത്തിക്കാന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിച്ചേ? അതൊന്നും അല്ലല്ലോ. എടാ കിഴങ്ങ, മേളത്തെ നിലയിലെത്തിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗൈസ്, അവൻ പറന്നത് കണ്ട് മേളത്തെ നിലയിലേക്ക് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നേരെ ഈ ഒരു സ്റ്റെപ്പ് കയറി അങ്ങ് പോയേക്കാവേ. അപ്പോൾ ദേണ്ട എന്ത് ചെയ്യേ ഇവിടെ കാണാൻ. ഇതെന്താ? ഓക്കെ, ഇവിടെ കാണാം. ദേണ്ട ഇവിടെ നിപ്പുണ്ട് കേട്ടോ. ഇതൊരു മിനി ലക്ഷറി വീടാണല്ലോ. ഇവിടെ എന്താ? ഇതെന്ത് റൂമാ? എടാ, അതും ആ റൂമും പണി കഴിയാ കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു തിയേറ്റർ ആക്കാൻ വേണ്ടിട്ടേക്കാം. തിയേറ്റർ, സ്റ്റുഡിയോ, എന്റെ പൊന്നോ എന്തൊക്കെയാണ് ബ്രോ. നമ്മൾ ജീവിക്കുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ടൊക്കെ ജീവിക്കണ്ടേ. ഇതിന്റെ ഡോർ എന്നാ തുറക്കാൻ പറ്റാത്ത? അതിന്റെ ഡോർ നമുക്ക് ഇനി പിന്നെ തുറക്കാം. ഇനി അടുത്ത റൂമിലേക്ക്. അടുത്ത റൂം ഇത് എന്റെ റൂമാടാ. നീ കേറിക്കോ അകത്തോട്ട്. നിന്റെ റൂമോ? എന്തിയാ നോക്കട്ടെ. എന്റെ മോനെ, ഇത് കൊള്ളാമല്ലോ. ഇതിന്റെ അകത്ത് എന്തൊക്കെയാ? നിനക്കെപ്പോഴാണ് ഗിറ്റാർ വായിക്കാൻ തുടങ്ങി? ഇത് മാത്രമല്ല, ലാപ്ടോപ്പ്, എല്ലാ സാധനം ഉണ്ടല്ലോ. ബ്രോ, ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതൊന്നും അല്ല. വാ എന്റെ പുറകെ വാ, ഞാൻ നിന്നെ കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇതെന്താ അവാർഡൊക്കെ? പിന്നല്ല, കുറച്ച് അവാർഡൊക്കെ കിട്ടിയായിരുന്നു. അത് തൂക്കിയിട്ടേക്കുന്ന. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. കസേര കളിക്കും റൊട്ടി അടിക്കും കിട്ടിയത്. പൊളിയടാ, നിന്നെ കൊണ്ട് ഇനിയും പറ്റും. ഓ, ബാൽക്കണി ഒക്കെ. എന്റെ മോനെ, അത് കൊള്ളാം കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, രാവിലെ എണ്ണിട്ട് കഴിയുമ്പോ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയിരിക്കണം. ഒരു പ്രത്യേക വൈബാ. നീ ഇങ്ങോട്ട് വാ, ഞാൻ അടുത്തൊരു സംഭവം കാണിച്ചാൽ. അതുകൊണ്ട് ഇവിടെ ഒരു ഡോർ കണ്ടോ? ഈ ഡോർ അങ്ങോട്ട് തുറന്നു കഴിയുമ്പോ നേരെ ഒരു അടിപൊളി സംഭവം കാണുന്നു. വാവ്, ഡ്രീം കാർ പോർച്ച്. എന്റെ മോനെ
അടിപൊളി കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ആ ഒരു പോർച്ചിന്റെ ഒരു കറക്റ്റ് വ്യൂ കാണാനായിട്ട് പറ്റത്തില്ല. താഴോട്ട് പോയി കഴിയുമ്പോൾ ഒരു അടിപൊളി പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണാം ബാ. അടിപൊളി പേരോ? എന്റെ പേരൊക്കെ എന്തിനാണ് ബ്രോ എഴുതി വെച്ചിരിക്കുന്നത്? എന്റെ മോനെ, അടിപൊളി പേരുള്ള ഒരാൾ വന്നിരിക്കുന്നു. ബ്രോ എന്നെ പോലെ ഒരു അടിപൊളി പേരുള്ള വേറെ ആരാണുള്ളത്? അതെ അതെ അതെ, നീ കിച്ചൺ കണ്ടില്ലായിരുന്നല്ലോ? കിച്ചൺ നോക്ക്. കിച്ചൺ ഞാൻ ലാസ്റ്റ് കാണാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അതിന്റെ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് തിന്നാമല്ലോ. അയ്യോ, കിച്ചൺ കാണിക്കണ്ടായിരുന്നു. ദൈവമേ, ഒന്നും എടുത്തോണ്ട് പോയേക്കല്ലേ. എനിക്ക് രാത്രി കഴിക്കാൻ വല്ലതും കാണണേ. എടാ ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ. എന്തായാലും കിച്ചൺ കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എന്നാ നീ വാ, നമുക്ക് ബാക്കിലോട്ട് പോവാം. ബാക്കിലല്ലേ നമ്മുടെ കാർ പോർച്ച് വരുന്നത്. വാ കാർ പോർച്ചിലേക്ക് പോവാം. കാർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നാ മതിയല്ലോ. നടക്കാനൊന്നും വയ്യ ബ്രോ, ഇത്രയും ദൂരമൊക്കെ നടക്കണ്ടേ? നടക്കണം. അതിനു മുമ്പ് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇവിടെ എന്താ? നീ ബോർഡ് കണ്ടോ? ഇതെന്ത് ബോർഡ്? നവൻ വൈറ്റി യൂട്യൂബർ. എനിക്ക് വയ്യ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിനക്കും വേണ്ടേ മച്ചാനെ ഇതുപോലൊരു വീടൊക്കെ? എനിക്കും വേണോടാ. നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നടക്കുമല്ലോന്ന് ആർക്കറിയാം. നടക്കാണ്ട് എവിടെ പോവാനാ? ഇതാ ക്രിസിന്റെ വീട്. ക്രിസ് നേരത്തെ ഇവിടെ അല്ലായിരുന്നല്ലോ, അപ്പുറത്തെങ്ങാണ്ടല്ലേ താമസിച്ചോണ്ടിരുന്നത്? അപ്പുറത്തൊരു വീട്ടിലാ താമസിച്ചത്. പിന്നെ ആ വീട് കുറെ പഴയതായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോ അവനും ഇങ്ങോട്ട് അവൻ ഇങ്ങോട്ടൊന്നും വരാറൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. പിന്നെ ഫുൾ ബിസി ആണല്ലോ. ചെറുക്കൻ തന്നെ വല്ല കള്ളക്കടത്തല് വല്ല? അതൊന്നും എനിക്കറിയാൻ പാടില്ല. നീ ഡയറക്റ്റ് ക്രിസിനോട് അങ്ങ് ചോദിച്ചാ മതി. അയ്യോ വേണ്ട, എന്നിട്ട് വേണം അവൻ എന്നെ ഭിത്തി തേക്കാനായിട്ട്. എടാ അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. നീ ഇത് അങ്ങോട്ട് പോവാ. ഒരു മിനിറ്റ്, ഞാൻ വരുന്നു. ഞാൻ ഈ ഒരു വീടൊന്ന് നോക്കിട്ട് വരാം. അവനെ അവിടെ നിന്നേ. ഈ വീട് കണ്ടോ? ഈ വീട് ഞാൻ വാങ്ങിക്കട്ടെ. അപ്പൊ നമുക്ക് 3 പേർക്കും കൂടെ ഒരു സ്ഥലത്ത് താമസിക്കാം. എടാ ഈ വീട് വിൽക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, നീ ചോദിച്ചോ. എനിക്കിവിടെ ഒന്നും ആരും പരിചയമില്ലല്ലോ. നീ ഒന്ന് വിളിച്ചൊന്ന് സെറ്റാക്കാവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ വീടങ്ങ് വാങ്ങിക്കാറ്. ഞാൻ സംസാരിച്ച് നോക്കാം. നീ വാ ഇങ്ങോട്ട്. എന്റെ മോനെ, ഇതാണല്ലേ നിന്റെ ഗാരേജ്? കൊള്ളാലോ. നവൻ, ഇതാണോ നീ പറഞ്ഞ എന്തോ അടിപൊളി പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന്? ഇത് കണ്ടിട്ട് എനിക്കൊരു അടിപൊളി പേരായിട്ട് തോന്നുന്നു. പിന്നെ ഞാനൊരു എഞ്ചിൻ ഓയിൽ അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏത് കമ്പനിയുടെ വേണ്ടേ? നീ എടുത്തോണ്ട് പോ. പിന്നെ ഇവിടെ ഒരു ഹിഡൻ ഡോറോ? ഇതിന്റെ അകത്ത് എന്താ? വല്ല നിധി വല്ലതാണോ? നീ തുറന്നു നോക്ക, അപ്പ അറിയാം നിധിയാണോ വേറെ വല്ല ആണോ. ഇതെന്താ? ഇത് കുറെ ടൂൾസും ടയറും അതും ഇതൊക്കെ അല്ലേ? ഇതായിരുന്നോ നിന്റെ ഹിഡൻ ഡോർ? ഞാൻ നിന്നെ ചുമ്മാ ഒന്ന് പറ്റിച്ച. നീ വലിയ എക്സ്പെക്ടേഷനിലല്ലേ കേറിപ്പോയെ? വണ്ടിയോ? എവിടെ വണ്ടി? ഏത് ഒന്നും മിണ്ടാണ്ടിരിയടാ. നിനക്ക് വള്ളി, എനിക്ക് ഇത്രയും വള്ളി തന്നൊന്നും പോരെ. നീ ഇനിയും വള്ളി തരുവാണോ? ബ്രോ, ഒരു വള്ളിയൊക്കെ തരാണ്ട് ഞാൻ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? എന്നെ പൊന്നളിയാ, നീ കഴിഞ്ഞ പ്രാവശ്യം തന്ന വള്ളി തന്നെ മതി എനിക്ക്. പാൻറ്റൊന്നും ഇടാ വന്നിരിക്കുന്നേ. അതോ മറന്നു പോയാന്ന് തോന്നുന്നു. മൊട്ട, ഇത് പിള്ളേരൊക്കെ കാണുന്ന വീഡിയോ കേട്ടോ. ഞങ്ങളങ്ങനെ നേരെ കേസ് ഒരു ട്രിപ്പ് പോകാനായിട്ട് തുടങ്ങും. ട്രിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം വരുമ്പം ഇവിടെ അടുത്തെങ്ങാണൊക്കെ ഞങ്ങൾ കറങ്ങാൻ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും കറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ആദ്യം വന്ന് കയറിയ നമ്മുടെ i7-ലോട്ടാണ്. അപ്പോൾ i7-ൽ തന്നെ അങ്ങ് പോയേക്കാം. നീ ഓടിച്ചോ, അതിനെന്താ? ഞാൻ ബാക്കിലിരുന്നോ? ബാക്കിലോ? അതെന്താ ബാക്കിൽ? ഞാനെന്താ നിന്റെ ഡ്രൈവറൊന്നും ആയതുകൊണ്ടല്ല ബ്രോ, ഇതിന്റെ ബാക്കിലിരുന്ന് പോവാനല്ലേ ശരിക്കും അടിപൊളി. അതൊക്കെ ശരിയാണ്. ഇത് വാങ്ങിച്ച ടൈമിൽ നമ്മളൊന്ന് പോയതല്ലേ? വാങ്ങിച്ച ടൈമിൽ പോയതായിരുന്നു. അന്ന് നീ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നിന്റെ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അന്ന് ഇത് ബ്ലാക്ക് കളർ അല്ലായിരുന്നു, ഫുൾ ബ്ലാക്ക്. വാങ്ങിച്ചപ്പോ ഇത് ഫുൾ ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ഞാൻ ഇത് വൈറ്റിലേക്ക് മാറ്റിയത്. ഇപ്പം കൊള്ളാം കേട്ടോ. ഇപ്പം ശരിക്കും ഒരു ലക്ഷറി ലുക്ക് ഉണ്ട്. അത് മാത്രല്ല പവറും കൂടി. വിഷയം പവർ. അത് ഞാൻ പവർ കൂട്ടിയതാ. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോകണം? നമുക്കിപ്പം മറ്റേ പോണ്ടിന്റെ അങ്ങോട്ട് പോയാലോ? നീ ആ സ്ഥലം കണ്ടു മടുത്തില്ല? നീ എപ്പോ ഇവിടെ വന്നാലും അങ്ങോട്ടല്ലേ പോകുന്നത്? എന്തോ എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ അല്ലേ? ഒരു സൗണ്ടും ഇല്ല, അങ്ങനെ ഇരിക്കാം. ഞങ്ങൾ നേരെ കേസ് നമ്മുടെ ആ ഒരു പോണ്ടിലേക്ക് പോകുവാണ്. കുറെ നാളായി. ഞാൻ കുറെ നാളായി കേട്ടോ പോയിട്ട്. ഇവൻ എപ്പോ വന്നാലും ഇവൻ വരുമ്പോഴാണ് മിക്കവാറും നമ്മൾ പോകും. അതല്ലാതെ പിന്നെ ഇവിടെ എന്തെങ്കിലും നമ്മുടെ സിറ്റി 2-ൽ എന്തെങ്കിലും മീറ്റപ്പ് ഒക്കെ വെക്കുമ്പോഴും അങ്ങോട്ട് പോകാറുണ്ട്. ഇപ്പം സിറ്റി 2-ൽ മീറ്റപ്പ് ഒക്കെ വെച്ചിട്ട് തന്നെ കുറേ നാളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഏകദേശം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് നേരം ഇവനുമായിട്ട് ചില്ലടിക്കും, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.